2 ദിവസമായിട്ട് നല്ല തോരാത്ത മഴയാണ്. മഴയായതുകൊണ്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ഈ ഉപ്പിലിട്ട് വെച്ച നെല്ലിക്ക തീറ്റിയാണ് മെയിൻ പരിപാടി. ഈ നെല്ലിക്കയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലമാണ്. അന്ന് അമ്മമ്മയുടെ കൂടെ ഞാനും ഈ ഉപ്പിലിട്ട നെല്ലിക്കയും പുളിഞ്ചിക്കയൊക്കെ ആയിട്ട് ചന്തയിൽ പോയി വിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി, ഈ ഉപ്പിലിട്ട നെല്ലിക്കയെന്ന് കുറച്ചെടുത്ത് ഒന്ന് അച്ചാറിട്ടാലോ എന്ന്. സാധാരണ അച്ചാറിടുന്ന പോലെ എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഉലുവ പൊടിച്ചതും കൂടി ചേർത്തൊന്ന് വഴറ്റി, എന്നിട്ട് കായപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് വഴറ്റി, എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ചേർത്തു. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയതിനു ശേഷം അച്ചാറിന് വേണ്ടി മാറ്റി വെച്ച നെല്ലിക്ക കൂടി ചേർത്തു. ഞാൻ ഇതേ രീതിയിൽ തന്നെയാണ് മാങ്ങാച്ചാറും നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കാറ്. അങ്ങനെ ഇപ്പോൾ അച്ചാർ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനിങ്ങനെ എന്തുണ്ടാക്കിയാലും ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് അമ്മയ്ക്കാണ്. ഞാൻ അടിപൊളി അച്ചാറുണ്ടാക്കി. ചൂടില്ല, ദാണ്ടെ ചൂടില്ല. തിന്നു നോക്ക്. അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയും. അതുകൊണ്ട് തന്നെ അമ്മയുടെ അഭിപ്രായം കൂടെ കേട്ടു നോക്കട്ടെ. കൊള്ളാല്ലേ? നല്ല, ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഇന്നും കൂടെ വേണം, നിങ്ങളുടെ തരോള്. അഭിപ്രായം പറ. കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അവരടുത്ത് പറ. എന്റെ മോൻ ഉണ്ടാക്കിയ അച്ചാറാണ് നെല്ലിക്ക അച്ചാർ. ചോറ് തിന്നാൻ ബെസ്റ്റ്. 2 ചോറെടുത്ത് തിന്നാലേ? നീ തന്നെ. ഞാൻ തിന്നാം. അപ്പൊ ഗൈസ്, ഇന്നത്തെ നെല്ലിക്ക അടിപൊളിയായിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ.